ക്ഷേത്രോത്സവത്തിനിടെ വീണ്ടും ചെഗുവേരയുടെ കൊടി ഉയർത്തി വിപ്ലവ ഗാനം പാടി CPM പ്രവർത്തകർ. കണ്ണൂർ കല്ലിക്കണ്ടി കാവുകുന്നത്ത് മൊയിലോം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് ഈ സംഭവം. ഉത്സവത്തിൻ്റെ ഭാഗമായ ഘോഷയാത്രയ്ക്കിടെയാണ് ഈ ആഘോഷം നടന്നത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കണ്ണൂരിൽ വീണ്ടും വിപ്ലവ ഗാനവും അതേപോലെ തന്നെ ചെഗുവേരയുടെ ചിത്രം പതിച്ച കൊടിയും ഒക്കെയായി ക്ഷേത്രോത്സവത്തെ അതായത് അവിടുത്തെ ആചാര സംവിധാനങ്ങളെല്ലാം തകിടം മറിക്കുകയാണ് CPM പ്രവർത്തകർ. ഏറ്റവും അവസാനം നമ്മൾ ആ ദൃശ്യങ്ങളും പുറത്തുവിടുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. കഴിഞ്ഞ ദിവസമാണ് കല്ലിക്കൊണ്ടി കുന്നത്ത് മൊയിലോം ഭഗവതി ക്ഷേത്രോത്സവം നടന്നത്. ഈ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്രയ്ക്കിടെയാണ് CPMകാർ ചെഗുവേരയുടെ ചിത്രമുള്ള ചുവന്ന കൊടി വീശുകയും പാർട്ടി മുദ്രാവാക്യങ്ങൾ ഉറക്കെ വിളിക്കുകയും ചെയ്തത്. ഇപ്പോൾ വിപ്ലവ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടായിരുന്നു ഈ ഘോഷയാത്രയിൽ CPMകാർ അണിനിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ക്ഷേത്രോത്സവത്തിൽ വിപ്ലവ ഗാനങ്ങൾക്കും ചെഗുവേരയുടെ ചിത്രമുള്ള ചുവന്ന കൊടിക്കും എന്ത് പ്രാധാന്യം എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ക്ഷേത്രോത്സവത്തെ മനഃപൂർവ്വം അപമാനിക്കാനാണ് CPMകാർ ശ്രമിക്കുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. മാത്രമല്ല, ഇത് ആദ്യത്തെ സംഭവമല്ല. കണ്ണൂർ ജില്ലയിൽ തന്നെ നിരവധി തവണയായി ഈ ക്ഷേത്രോത്സവത്തെ ഇത്തരത്തിൽ ഒരു പാർട്ടി വേദികളാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നത്. തലശ്ശേരി മണോളിക്കാവിൽ നമ്മളത് കണ്ടതാണ്. കലശവരവിനിടെ CPMകാർ മുദ്രാവാക്യം വിളിക്കുകയും അത് അവിടെയുള്ള നാട്ടുകാർ തന്നെ തടയുകയും തുടർന്ന് വലിയ സംഘർഷം ഉടലെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതിനെതിരെ നടപടിയെടുത്ത പോലീസുകാരെ ഉൾപ്പെടെ സ്ഥലം മാറ്റുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. കൂടാതെ പുഞ്ചോട്ടുകാവിലും സമാനമായ രീതി ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ചെഗുവേരയുടെ ചിത്രമുള്ള കൊടി കാഴ്ച കണ്ടതാണ്. ഇതിൽ ക്ഷേത്രോത്സവത്തെ മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പാർട്ടി വേദിയാക്കി മാറ്റിക്കൊണ്ട് CPM ഇതൊരു അവഹേളന പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് വിമർശനം തന്നെയാണ് ഉയർന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് നിന്ന് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. നാട്ടുകാരിൽ നിന്നടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. വിനോദ്.